മോർണിംഗ് ടു ഓൾ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഇതാണ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ സുനിൽ ഈസ് എ പർച്ചേസ് ഓഫീസർ ഇൻ എ കമ്പനി ഇൻ കോട്ട, പോപ്പുലേഷൻ ഇൻ എക്സീഡിങ് 25 lakh. Compute his taxable income from salary for the assessment year 2024-25. ഒരു പർച്ചേസ് ഓഫീസറാണ് മിസ്റ്റർ സുനിൽ. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ താഴെയുള്ള കണ്ടീഷൻസ് ആണ്. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, പക്ഷേ നല്ല സുഖമാണ് കേട്ടോ. ഇതൊക്കെ ഒരു പണിയില്ലേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും വലിയതാണ്, പക്ഷേ ഒരു കാര്യമില്ല. ചെറിയ അങ്ങനെ മനസ്സിലാക്കി ചെയ്താൽ വളരെ സിമ്പിളാണ്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ കണ്ടീഷനാണ് നെറ്റ് ബേസിക് സാലറി ഓഫ് റുപ്പീസ് 1,20,000. അതായത് അവരുടെ നെറ്റ് ബേസിക് സാലറി എന്ന് പറയുന്നതാണ് 1,20,000. അതായത് ചില കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള സാലറി. ഓക്കെ, ആ ഡിഡക്റ്റ് ചെയ്ത ഐറ്റംസ് ആണ് എന്ത്? ഇൻകം ടാക്സ് 2,000 രൂപ, 10,000 കോൺട്രിബ്യൂഷൻ ഓഫ് RPF കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് 10,000 രൂപ, റെൻറ്റ് ഫോർ ദി ബംഗ്ലാവ് 3,600. അതായത് നമ്മൾ വീടിന് കൊടുത്ത റെൻറ്റ് 3,600. പിന്നെ ബോണസ് 1,800. TA എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് അലവൻസ് ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടി. ട്രാവലിംഗ് അലവൻസ് എന്താണ്? ഒരു ഫുള്ളി എക്സംപ്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ബിൽസ് ₹15,000. ട്രീറ്റ്മെൻറ്റ് വാസ് മെയ്ഡ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. ഓക്കെ, അതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഹി ലിവ്ഡ് ഇൻ എ ബംഗ്ലാവ് ബിലോങ്ങിങ് ടു ദ കമ്പനി. ദ കമ്പനി ഹാസ് പ്രൊവൈഡഡ് ഓൺ ദിസ് ബംഗ്ലാവ് the liability of a gardener and a cook, each of whom is being paid a salary of ₹2,215 month and 800 per month respectively. The company paid in respect of this bungalow ₹4,800 for electric bill and ₹1,200 for water bill. അതായത് അയാൾ താമസിക്കുന്ന ഒരു ബംഗ്ലാവിലാണ്, കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെയുണ്ട്? ഗാർഡനർ ഉണ്ട്, കുക്ക് ഉണ്ട്, 250 ആൻഡ് 800 രൂപ. ഓക്കെ, അതൊക്കെ എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് കമ്പനി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദിസ് ബംഗ്ലാവ് ₹4,800 ഫോർ ഇലക്ട്രിക് ബിൽ ആൻഡ് 1,200 ഫോർ വാട്ടർ ബില്ല്. ഓക്കെ, ഈ ഫുള്ളി ടാക്സബിളും അതുപോലെ തന്നെ എക്സംപ്റ്റൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അതെല്ലാം ഇനി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്തോളാം. എനിക്ക് ഓർമ്മയില്ല ചെയ്ത കാര്യം. ഓക്കെ, ഒക്കെ നമുക്ക് എടുക്കാനുള്ളതാണ്. അതായത് ഞാൻ എടുക്കാനുള്ളതെന്നല്ല, നമുക്ക് ഗ്രോസ് സാലറി ഒക്കെ കാണുമ്പോൾ എടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഹി ഹാസ് ബീൻ പ്രൊവൈഡ് വിത്ത് എ ലാർജ് കാർ ഫോർ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസ്. ദ മെയിൻ്റെനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ഓഫ് ദി കാർ ഇൻക്ലൂഡിങ് ഡ്രൈവർ ആർ ബോൺ ബൈ ദി കമ്പനി. അതായത് ലാർജ് കാറാണ്, അത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. ദ മെയിൻ്റെനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ഓഫ് ദി കാർ ആർ ബോൺ ബൈ കമ്പനിയാണ് അത് നോക്കുന്നത്. അതായത് ലാർജ് കാർ ആകുമ്പോൾ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആരാണ്? കമ്പനിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസ് എടുക്കുന്നത് ഓണർ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ 2,400 + 900 × 12. 2,400 എന്ന് പറയുമ്പോൾ ലാർജ് കാർ ആയതുകൊണ്ട്, 900 എന്ന് പറയുമ്പോൾ ഡ്രൈവറുടെ സാലറി × 12 മാസത്തോട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞത്. ദ ഫോളോയിങ് എമൗണ്ട്സ് വാർ ഡെപ്പോസിറ്റഡ് ഇൻ PF അക്കൗണ്ട്. ഓൺ കോൺട്രിബ്യൂഷൻ ഓഫ് ₹10,000, കമ്പനീസ് കോൺട്രിബ്യൂഷൻ 10,000, ഇൻട്രസ്റ്റ് at 10.5% per annum ₹9,075. കാൽക്കുലേറ്റ്. ഓക്കെ. അപ്പോൾ അതായത് അയാളുടെ PF അക്കൗണ്ടിലോട്ട് 10,000 രൂപ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ കോൺട്രിബ്യൂഷനും 10,000 രൂപ തന്നെയുണ്ട്. അതിന് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10.5 ആണ്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 9,075 ആണ്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഇവാലുവേഷൻ ഓഫ് മോട്ടോർ കാറും അതുപോലെ തന്നെ PFൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അല്ലാണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവില്ല കേട്ടോ. കാരണം അത് ഞാൻ എടുത്ത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള, അത്ര ഈസി എന്ന് പറഞ്ഞപ്പോൾ 2,400 + 900 എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ 10,000 രൂപയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇവരുടെ സാലറി കാണണം. ഇവരുടെ സാലറി എന്ന് സാലറിയുടെ 12% ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. 12% കൂടുതലാണെങ്കിൽ എന്തടയ്ക്കണം?
ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി, അതുപോലെ തന്നെ DA, പിന്നെ കമ്മീഷൻ ഓൺ സെയിൽസ്. ഓക്കെ, ഇത് കൂടുന്നതാണ് എന്ത് പറയുന്നത്, ഇവരുടെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ സാലറിയുടെ 12%-നേക്കാൾ കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് ടാക്സ് അടയ്ക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് ബേസിക് സാലറി 1,20,000 രൂപയാണ്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നെറ്റ് ബേസിക് സാലറി 1,20,000 രൂപയാണ്. അപ്പോൾ ഈ നെറ്റ് ബേസിക് സാലറി നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ചില ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, ചില ഐറ്റംസ് ഇവിടെ ഡിഡക്റ്റ് ചെയ്തിട്ടായിരുന്നു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ നെറ്റ് ബേസിക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യേണ്ട, ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം കൂടെ നമ്മളങ്ങ് പ്ലസ് ചെയ്യുക. ആദ്യം ഇൻകം ടാക്സ് എത്രയായിരുന്നു, 22,000 രൂപ, പിന്നെ 10,000 ആസ് കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് 10,000 രൂപയായിരുന്നു. പിന്നെ റെൻറ്റ് ഫോർ ദി ബംഗ്ലാവിൻ്റെ റെൻറ്റ് കൊടുത്തത് 3,600 രൂപയായിരുന്നു. ഓക്കെ, അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, സാലറി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് സാലറി, 1,35,600 രൂപ. ഓക്കെ, അതായത് ഇവിടെ ഡിഡക്റ്റ് ചെയ്തിട്ടായിരുന്നു എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ സാലറി കിട്ടും 1,35,600 രൂപ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി തന്നിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ബോണസ് എന്താണ്, ഒരു ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബോണസ് എന്ത് എഴുതി, നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി, ബോണസ് 1,800 രൂപ. പിന്നെ ട്രാവലിംഗ് അലവൻസ് എന്തല്ല, അത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, കാരണം ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അപ്പോൾ നമുക്ക് എമൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ ബ്ലാങ്ക് ആയിട്ട്. ഓക്കെ, പിന്നെ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ ബില്ലും ഇതുപോലെ തന്നെ എക്സംപ്റ്റഡ് ആണ്, നമ്മളതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ, കാരണം ഇവരിവിടെ ഒരു വീട് പ്രൊവൈഡ് ചെയ്യും, ഒരു ബംഗ്ലാവ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ആ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അവിടെ നിൽക്കട്ടെ, അത് നമുക്കിവിടെ എമൗണ്ട് എഴുതാനുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം എന്ത് എഴുതിയാൽ മാത്രം ഇടുക, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് മാത്രം എഴുതിയിടുക, എമൗണ്ട് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസ് ആദ്യം എഴുതാം. അതായത് ഇവരിവിടെ ഗാർഡനർക്ക് വേണ്ടിയിട്ട് 250 രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാർഡനറിന് എഴുതിയിട്ട് 250 × 12 3,000 രൂപ. പിന്നെ കുക്ക് അതുപോലെ തന്നെ കുക്ക് 800 രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്ക് 800 × 12 9,600 രൂപ. ഓക്കെ, പിന്നെ ഇവിടെ എന്താ കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നുണ്ട് 4,800 രൂപ. പിന്നെ വാട്ടർ ബില്ല് 1,200 രൂപ. ഇതൊക്കെ എന്താണ്, ഫുള്ളി ടാക്സബിൾ പെർക്യൂസൈറ്റ്സ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയാം കേട്ടോ, എനിക്ക് നോക്കാമല്ലോ, അതുകൊണ്ടാണ്. അല്ല, എനിക്ക് വീഡിയോ ആയിട്ട് പറയാമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് പറയട്ടെ, എടുത്തിട്ട് നിങ്ങൾ കാണുന്നവർ പറയണമെന്നൊന്നുമില്ല, ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ എടുത്തില്ല ഇനി ഒന്നുകൂടെ എടുത്തുതരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഫുള്ളി ടാക്സബിൾ പെർക്യൂസൈറ്റ്സ് ആണ്. ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, കുക്ക്, ഗാർഡനറൊക്കെ ഓക്കെ ഫുള്ളി ടാക്സബിൾ. അതായത് ഈ പറഞ്ഞ മുഴുവൻ എമൗണ്ട് നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞു, നമുക്ക് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പറയാനുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിർത്തിയതാണ്, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളതല്ലേ അത്. ഓക്കെ, എനിവേ ഹി ഹാസ് ബീൻ പ്രൊവൈഡ് ലാർജ് കാറ് അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിന്, രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു ലാർജ് കാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ദ മെയിൻ്റെനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് ഓഫ് ദി കാർ ആർ ബോൺ ബൈ ദി കമ്പനി. മെയിൻ്റെനൻസും അതുപോലെ തന്നെ റണ്ണിങ് എക്സ്പെൻസും ഒക്കെ ആരാണ് എടുക്കുന്നത്, കമ്പനിയാണ് എടുക്കുന്നത്. അതായത് അതിൻ്റെ ഓണർ ആൻഡ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ആരാണ്, എംപ്ലോയറാണ്. ആ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് എംപ്ലോയറാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എങ്ങനെയായിരിക്കും, ലാർജ് കാർ ആകുമ്പോൾ 2,400 + 900 ഡ്രൈവറുടെ സാലറി ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തോട്ടുള്ളത്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ 39,600 നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഇതാ ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം, അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ ഫോളോയിങ് എമൗണ്ട്സ് വേർ ഡെപ്പോസിറ്റഡ് ഇൻ PF അക്കൗണ്ട്. ഇവിടെ PF അക്കൗണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതായത് PF അക്കൗണ്ട് 4 തരത്തിലുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, ആൻഡ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ അതിനെ ബാധിക്കുന്നില്ല, നമ്മൾ ഈ ഗ്രോസ് സാലറിനെയൊന്നും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ബാധിക്കില്ല. പക്ഷേ
റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ അത് എന്തിനെ ബാധിക്കും? ഗ്രോസ് സാലറീന് ഐറ്റംസിനെയൊക്കെ ബാധിക്കും അത്. ഓക്കെ, അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അതാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. ഈ പറഞ്ഞ എൻ്റെ അടുത്തായാലും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം ഇവരിവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇതാ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ ഈ സാലറി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ സാലറിയുടെ 12% എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറിയും DAയും അതുപോലെ തന്നെ കമ്മീഷൻ ഓൺ സെയിൽസും ഇത് പറയുന്നതാണ് എന്ത്, നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ DAയും പറഞ്ഞിട്ടില്ല, കമ്മീഷൻ ഓൺ സെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഇവിടെ ആകെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബേസിക് സാലറി 1,35,600 നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഇതിൻ്റെ 12%-നേക്കാൾ കൂടുതലാണോ നോക്കുക. ഇതിൻ്റെ 12%-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1,35,600-ൻ്റെ 12%. 1,35,000-ൻ്റെ 12% എന്ന് പറയുന്നത് 1,62,072 രൂപയാണ്. ഓക്കെ, പക്ഷേ ഇവരിവിടെ ആകെ എത്ര മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ? 10,000 മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെന്തടക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. 20%-നേക്കാൾ കൂടുതലാണെങ്കിൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇതിൽ അവിടെ എന്തടക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇൻട്രസ്റ്റ് കിട്ടിയ കാര്യം. ഇൻട്രസ്റ്റ് കിട്ടിയത് 10.5 ആണ്. അത് കിട്ടിയിട്ടുള്ളത് 9,075 രൂപ. നമുക്ക് എത്ര മാത്രമേ കിട്ടാൻ പാടുള്ളൂ? 9.5 മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ 1% ഇവിടെ എന്താണ്? കൂടുതലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതായത് എത്ര എമൗണ്ട് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻറ്റു ഈ 1 എന്ന് പറയുന്നത് 9.5 അല്ലേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. നമുക്ക് കിട്ടിയത് 10.5 അല്ലേ. അപ്പോൾ ഈ 10.5-ൽ നിന്നും 9.5 മൈനസ് ചെയ്താൽ ഈ വരുന്ന 1, ആ വരുന്ന ഡിഫറൻസ് ഇല്ലേ, അതാണ് ഈ 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 864 കിട്ടും. ഓക്കെ, ഇന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ നേരത്തെ ഒരു പോർഷൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് കുറച്ചധികം പ്രൊസീജിയർ വരുന്നതുകൊണ്ടാണ് ഞാനത് ഒഴിച്ചിടാൻ പറഞ്ഞു. നമുക്ക് ചെയ്യാം കേട്ടോ, ഇപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എഴുതാം വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, ഇവിടെ സാലറി ആയിട്ട് നമ്മൾ എടുക്കുന്നത് 1,35,600 പിന്നെ ബോണസും. ഈ 1,35,600 എന്ന് പറയുമ്പോൾ ഈ എമൗണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് പോയിട്ട് 1,35,600 പ്ലസ് 1,800. കാരണം പെർക്യൂസൈഡ്സിൻ്റെ കേസിൽ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർക്യൂസൈഡ്സ് ആണ്. സോ പെർക്യൂസൈഡ്സിൻ്റെ കേസിൽ നമ്മൾ എല്ലാതും എന്തായിട്ട് എടുക്കും? സാലറി ആയിട്ട് എടുക്കും. അതായത് ബേസിക് സാലറി, ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ്, കമ്മീഷൻ, ബോണസ്, പിന്നെ ഉള്ള അതർ അലവൻസ് ഒക്കെ നമ്മൾ എന്തായിട്ട് എടുക്കും? നമ്മൾ ബേസിക് സാലറി ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി എടുക്കും, ബേസിക് സാലറിയുടെ കൂടെ. അപ്പോൾ നമ്മൾ ഈ ബോണസും കൂടെ ആഡ് ചെയ്യുകയാണ്. അല്ലാണ്ട് വേറെ ഐറ്റംസ് ഒന്നും ഇല്ല ഇതിൽ. ഓക്കെ, അത് വെള്ളമായതാട്ടോ. ഓക്കെ, അതാണ് ഈ 1,35,600 പ്ലസ് 1,800. അപ്പോൾ നമുക്ക് 1,37,400 കിട്ടി. ഓക്കെ, ഈ 1,37,400 എന്ന് പറയുന്നത് ഒരു മാസത്തെ, ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, നമ്മളതിന് മുന്നേയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തതാണ്. എന്നാലും 1,37,400 എന്ന് പറയുന്നത് ഒരു മാസത്തെ സാലറിയാണ്. അപ്പോൾ 12 മാസത്തെ സാലറി, അതായത് ഒരു മാസത്തെ സാലറി എന്ന് പറയുമ്പോൾ 11,450 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റേറ്റ് വെച്ചിട്ട് 5 മാസത്തെ സാലറി എന്ന് പറയുമ്പോൾ 57,250 രൂപ, അതായത് ഇതേ ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 25 ലക്ഷമാണ് എന്താ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 25 ലക്ഷം ആകുമ്പോൾ ഓൾഡ് റേറ്റ് വെച്ചിട്ട് 25 ലാഖിനേക്കാൾ കൂടുതലാണെങ്കിൽ 15% ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ 1/4/2023 മുതൽ 31/8/2025 മന്ത് സാലറി 5,750 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? ഇതാ 85-88 വെള്ളമായിപ്പോയി. 85-88 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് 10% ഓഫ് സാലറി. അത് 7 മന്ത്സിൻ്റെ ലാസ്റ്റത്തെ, അതായത് 1/9/2023 മുതൽ 31/3/2024 വരെയുള്ള. അപ്പോൾ അത് 7 മാസത്തെ സാലറിയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇതില്ലേ 1,37,400 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു എമൗണ്ട് കിട്ടും.
അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. 11,450 രൂപയല്ലേ ഒരു മാസത്തെ സാലറി. അപ്പോൾ 11,450 ഇൻറ്റു 7, അപ്പോൾ നമുക്ക് 80,150 കിട്ടും. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 25 ലാക്കാണ്. 25 ലാക്ക് ആകുമ്പോൾ ഓൾഡ് ഇത് വെച്ചിട്ട് 40 ലാക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ 10%, 40ക്കും 50ക്കും ഇടയിലാണെങ്കിൽ 7.5. ഓക്കെ, അപ്പോൾ 80,150 ഇൻറ്റു 7.5 / 100 ഈക്വൽ ടു 6,11 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ പെർക്യൂസൈറ്റ്സ് 14,599 ആയി. ഓക്കെ, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, എന്നാൽ മാത്രമേ ഇത് ഓരോന്നും നന്നായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റെൻറ്റ് പെയ്ഡ് ഫോർ ദി ബംഗ്ലാവ് 3,600 രൂപ. 3,600 നമ്മൾ എന്തടച്ചിട്ടുണ്ട്? റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആരാ റെൻറ്റ് കൊടുത്തേ? എംപ്ലോയി റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് എംപ്ലോയറുടെ ബംഗ്ലാവ് ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3,600 രൂപ റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ റെൻറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ 10,999 രൂപ കിട്ടും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള 10,999 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ റെൻറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ വീട് എടുക്കുക, വീട് സ്വന്തമായിട്ട് എംപ്ലോയറുടെ തന്നെയാണോ അതോ റെൻറ്റിന് എടുത്തുള്ളതാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ റെൻറ്റിന് എടുത്തുള്ളതാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മാറും. ഓക്കെ, വാല്യൂ ഓഫ് പെർക്യൂസൈറ്റ്സ് കാണുന്ന, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണുന്ന രീതിയൊക്കെ മാറും. ഫസ്റ്റത്തേൽ 15%, ഫസ്റ്റത്തേൽ 15%, സെക്കൻഡിൽ 10% വരും. അതുപോലെ തന്നെ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ വരും. അതിൽ ഏതാണോ ഏറ്റവും ചെറിയ എമൗണ്ട് അതാണ് എക്സംഷൻ വരുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടെ വേണം പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. വീട് സ്വന്തമായിട്ടുള്ള വീടാണോ അതോ വാടകയ്ക്ക് എടുത്തിട്ടുള്ള വീടാണോ എന്നൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഐറ്റംസൊക്കെ ഇപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഗ്രോസ് സാലറി 2,07,463 രൂപ കിട്ടി. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ മൈനസ് ചെയ്യണം. കാരണം ഇയാൾ എന്തല്ല, ഒരു ഗവൺമെൻറ് എംപ്ലോയി അല്ല. സോ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മൈനസ് ചെയ്യാനില്ല. അതുപോലെ തന്നെ ഇയാൾ പ്രൊഫഷണൽ ടാക്സ് ഒന്നും അടച്ചിട്ടില്ല. സോ അതും മൈനസ് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ആകെ മൈനസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ്. അപ്പോൾ 50,000 രൂപ നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ 1,57,463 രൂപ കിട്ടി. ഇതാണ് എന്ത് പറയുന്നത്? ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ആൻസർ കീയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കീയും ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.